അയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ. അതിനെന്താ, ഞങ്ങൾ വന്നില്ലേ? നമുക്ക് ചിപ്പിമോളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. കരയണ്ടാട്ടോ, ചിപ്പിയുടെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മയുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ആരും വന്നില്ല. ഡ്രൈവർ അങ്കിളും ജെനിയന്റെ ഒക്കെ പോയി. ചിക്കൻ ബോക്സ് പകരുന്ന രോഗമായോണ്ട് ആരും വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. മോള് പേടിക്കണ്ട കേട്ടോ, ചിക്കൻ ബോക്സ് അങ്ങനെ പകരുന്ന രോഗമൊന്നുമല്ല. ദേ, എനിക്കും ഗൗരിമൊക്കെ വന്നിട്ടുള്ളതാ. ഇനി എന്തായാലും ഞങ്ങക്ക് വരില്ല. മോള് മിടിക്കുക. ഇത്രയ്ക്ക് ധൈര്യമുള്ളൊരു മോളെ കിട്ടിയ അമ്മ ശരിക്കും ഭാഗ്യവതിയാ. അവരൊക്കെ പോയിട്ടും ധൈര്യപൂർവ്വം മോള് ഞങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞല്ലോ. മോളുടെ അമ്മ എവിടെയാ കിടക്കുന്നത്? അമ്മ മുറിയില്ല. വേദന സഹിക്കാൻ പറ്റാതെ ഞെരുങ്ങയും മൂളയൊക്കെ ചെയ്യുന്നുണ്ട്. വാ, നമുക്ക് നോക്കാം. വാ വാ വാ. രണ്ടുപേർക്കും ഇപ്പൊ എന്താ അറിയേണ്ടത്? ഈ ചിക്കൻ ബോക്സ് അത്രയ്ക്ക് വലിയ അസുഖമാണോ? പിന്നെ പണ്ടേ ഇതിന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹോ, അന്നൊക്കെ ചിക്കൻ ബോക്സ് വന്നാലേ എവിടെയെങ്കിലും ആളുകളെ മാറ്റിക്കിടത്തും. മിക്കവാറും അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോവുകയെ പതിവ്. അയ്യോ, ഈ അസുഖം വന്നാ മരിച്ചു പോവോ? പിന്നെ അല്ലാതെ. പണ്ട് നാട് മുഴുവൻ ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചൊരു സമയം അമ്മമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓ, അന്നൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു. എന്നിട്ട് ചിപ്പിയാണല്ലോ ഇപ്പൊ അവളുടെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. അവൾക്ക് ഈ അസുഖം പകരില്ലേ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല മക്കളെ. ചിലപ്പോ പകരും, ചിലപ്പോ വരികയില്ല. പിന്നെ ഒരിക്കൽ വന്നിട്ടുള്ളവർക്ക് പിന്നീട് വരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? പണ്ട് അച്ഛന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. അന്നവള് വേദന കൊണ്ട് പൊളയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതിനെന്ത് മരുന്നാ കൊടുക്കുന്നേ? ആശുപത്രി കൊണ്ടുപോവോ? ഈ അസുഖത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല മക്കളെ. പിന്നെ ചില നാടൻ മരുന്നുകളുണ്ട്. ഒറ്റമൂലി എന്നൊക്കെ പറയും. ഒറ്റമൂലിയോ? അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മക്കളെ. ചില നാട്ടുവൈദ്യന്മാരുടെ കയ്യിലുള്ള മരുന്നാണ്. അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് അച്ഛനമ്മ ആശുപത്രി കൊണ്ടുവരുന്നു അമ്മമ്മേ? ഇല്ല, അച്ഛന് മരുന്ന് കൊടുത്തതും ഒരു നാട്ടുവൈദ്യനായിരുന്നു. എന്റെ കുഞ്ഞിപ്പ എവിടെയാണ് എന്തോ. അമ്മമ്മ വിഷമിക്കണ്ട, അച്ഛനമ്മ എന്തെങ്കിലും തിരിച്ചു വരും. ദൈവങ്ങളോടെല്ലാം അമ്മമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. വരും, എന്തെങ്കിലും വരും. അത് കഴിഞ്ഞ് ഈ അമ്മമ്മ മരിക്കും. സൂക്ഷിച്ച്. താൻ ശരിക്കും ഇപ്പോ ഈ വീട്ടിലൊരാളായ പോലെയുണ്ട്.
ബുദ്ധിമുട്ടായല്ലേ? ഛേ, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. വൈഫിനോട് എന്റെ ഒരു താങ്ക്സ് പറയണം. ഉം. പൂത്തുണരാലോ. അമ്മയുടെ പൊന്നുമോള്. വിലായുണരുകയോ നിനവതിലെന്നും ഒരു ചിരിയോ ഹൃദയമൊരു ഞാലാകും ഉയരതിലൊന്നായാടും മുകിലൊരു വാർമഴവിൽ മെനയുകയായരികെ വിരിയുകയായി താക്കിന പൂനിര കളിമൊഴി ചൊല്ലുകയായി കിളികൾ കൊഞ്ചലുകൾ ചിരി ചൊരിയുന്നിതാവയിൽ ചില്ലല. ഇത് സമൃദ്ധാന്റി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. ആന്റിയോടെ അമ്മ അടുക്കളയിലുണ്ട്.